അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ മന്ത്രിമാരുടെ അന്തിമ പട്ടികയിൽ തീരുമാനമായെന്ന് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം ലോക്ഭവനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 5 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ഈ പട്ടിക ലോക്ഭവന് കൈമാറുമെന്ന് നേരത്തെ കുറച്ച് മുൻപ് വിവരങ്ങളുണ്ടായിരുന്നു. ആ നിലയ്ക്കാണെങ്കിൽ പട്ടികയിൽ തീരുമാനമായിരിക്കുന്നു. ആരൊക്കെ മന്ത്രിമാരാകും എന്ന കാര്യത്തിൽ ധാരണയായിരിക്കുന്നു. ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പ് എന്ന കാര്യത്തിൽ ധാരണയായിരിക്കുന്നു. ഇപ്പോൾ ലോക്ഭവനിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം. ലോക്ഭവനുള്ളിലേക്ക് കടന്നു. ഇനിയിപ്പോൾ പട്ടിക കൈമാറലാകും ഒരുപക്ഷെ ഇതിന്റെ ലക്ഷ്യം. അതോ ഇനി മറ്റെന്തെങ്കിലും ചോദിക്കാനാണോ എന്നും അറിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനം ആയിരിക്കുന്നു. മന്ത്രിമാരുടെ ലിസ്റ്റ് ആയിരിക്കുന്നു, അന്തിമ പട്ടികയായിരിക്കുന്നു. അന്തിമ പട്ടിക ലോക്ഭവന് കൈമാറാൻ പോവുകയാണ്, ഗവർണർക്ക് കൈമാറാൻ പോവുകയാണ്. അതിനുശേഷം ഇനി വി.ഡി. സതീശൻ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞയിലേക്ക് കടക്കാൻ പോവുകയാണ്. നിലവിൽ വരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് O.J. ജനീഷ് അടക്കം പട്ടികയിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ O.J. ജനീഷ് അടക്കം പട്ടികയിൽ ഇടം കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നു. ഇതിൽ ആർക്കൊക്കെ മന്ത്രിസ്ഥാനം എന്ന കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഉറപ്പിച്ച മന്ത്രിസ്ഥാനങ്ങളുണ്ട്. അന്തിമ ചർച്ചയിൽ വന്ന പേരുകളിൽ ആരൊക്കെയാണ് ഈ പട്ടികയിലുള്ളത്? ഇപ്പോൾ ടി സിദ്ദിഖിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഷാനിമോൾ ഉസ്മാന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, I.C. ബാലകൃഷ്ണന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, തുളസിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ആരൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു? എത്ര പേർക്ക് ടൈം വ്യവസ്ഥയിൽ ഇവർ മാറി മാറി ഭരിക്കും? അതേപോലെ തന്നെ ഈ മറ്റ് കാര്യങ്ങൾ, ലീഗിന് എത്ര മന്ത്രിമാർ, ആരൊക്കെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണമെങ്കിൽ ഇനിയിപ്പോൾ ആ പട്ടികയിൽ ആരൊക്കെ ഉണ്ട് എന്ന കാര്യം അറിയണം. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ചന്തു, അങ്ങനെ ഇനി അഭ്യൂഹങ്ങളില്ല, ആശങ്കകളില്ല, പട്ടികയായിരിക്കുന്നു. സേതുലക്ഷ്മി, കോൺഗ്രസിന്റെ മന്ത്രിസഭാ അംഗങ്ങളെ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് ആരൊക്കെ എന്നത് സംബന്ധിച്ച് അന്തിമ പട്ടിക ആയിരിക്കുന്നു. ആ പട്ടികയുമായാണ് ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ലോക്ഭവനിലേക്ക് തിരിച്ചത്. വളരെ സുദീർഘമായ ചർച്ചകൾ, ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അവസാനവട്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ അന്തിമ പട്ടികയുമായി ലോക്ഭവനിലേക്ക്, അതായത് നാളെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികയുമായി ലോക്ഭവനിലേക്ക് വി.ഡി. സതീശൻ പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പോയതിനു ശേഷം തിരിച്ച് വീണ്ടും കന്റോൺമെന്റ് ഹൗസിലെത്തും. ഇവിടെ വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമോ, അതോ നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാത്രമേ ആ ട്വിസ്റ്റ് അറിയാൻ കഴിയുകയുള്ളൂ എന്ന് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഏകദേശ ധാരണ നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വിവരം അനുസരിച്ചുള്ള വാർത്തകളാണ് പറയുന്നത്. അതിൽ അവസാനവട്ട നിർണായകമായ ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ O.J. ജനീഷിന്റെ പേരടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അവസാനം, അതായത് രാവിലെ ഇവിടെ നിന്നും KPCCയിലേക്ക് പോയി KPCCയിൽ നിർണായകമായ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നടക്കുന്നു. അതിനുശേഷം വി.ഡി. സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ തിരിച്ചെത്തുന്നു. അവിടെ നിന്നും വീണ്ടും KPCCയിലേക്ക് പോകുന്നു. വീണ്ടും തിരികെ എത്തി ഇവിടെ ഘടകകക്ഷി നേതാക്കളായ അനൂപ് ജേക്കബുമായും മാണി സി കാപ്പനുമായും ചർച്ച നടത്തുന്നു. അവരുടെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഒടുവിലും ആകാതെ വൈകി നിന്നത്. കാരണം ടേം വ്യവസ്ഥയിൽ അവരെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാമെന്നതായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെയാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ടേം വ്യവസ്ഥ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് മാണി സി കാപ്പൻ ഉറച്ചു നിന്നതോടെയാണ് ടേം വ്യവസ്ഥയെക്കുറിച്ച് വീണ്ടും ഒരു പുനരാലോചന വി.ഡി. സതീശൻ ആലോചിച്ചു തുടങ്ങിയത്. ഏകദേശം 3 മണി കഴിഞ്ഞപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ തിരിച്ചെത്തിയ വി.ഡി. സതീശനുമായി ആദ്യം കൂടിക്കാഴ്ചയ്ക്കെത്തിയത് അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബിന്റെ കൂടിക്കാഴ്ച ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ നീണ്ടുനിന്നു. ശേഷം മാണി സി കാപ്പനും ഇവിടെ എത്തി വി.ഡി. സതീശനെ ഈ കാര്യങ്ങൾ, അതായത് ടേം വ്യവസ്ഥ പാടില്ല, ടേം വ്യവസ്ഥ വേണ്ട എന്നുള്ള തീരുമാനം അറിയിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ